ഹലോ ഫ്രണ്ട്സ്, പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ മാരകമായ വൈറസ് രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷിപ്പനി പടരുന്നത് തടയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴികളിലേക്ക് ഈ പക്ഷിപ്പനി എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പക്ഷിപ്പനി ഇപ്പോൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മാർച്ച് 21 ശനിയാഴ്ച ഇന്ന് ഏകദേശം 15,000-ഓളം കോഴികളെയും താറാവുകളെയും കൊന്നൊടുക്കുമെന്നാണ് ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളത്. കോഴിക്കോട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 പഞ്ചായത്താണ് നിരീക്ഷണത്തിലുള്ളത്. ഈ കാണുന്ന പഞ്ചായത്തുകളൊക്കെ നിരീക്ഷണത്തിലുള്ളതാണ്. അപ്പോൾ ഇതിന് തൊട്ട് പരിസരത്തുള്ളവരൊക്കെ സൂക്ഷിക്കുക കേട്ടോ. പക്ഷിപ്പനീൻ്റെ ലക്ഷണങ്ങളാട്ടോ പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണമാണ്. അതായത് കോഴികൾ പെട്ടെന്ന് കൊഴിഞ്ഞ് ചത്തുപോവുക. രോഗം വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചത്തുപോകും. പിന്നെ ശ്വാസതടസ്സം, അതായത് ചുമ, തുമ്മൽ, ശ്വാസം എടുക്കാൻ പ്രയാസം, വായ തുറന്ന് ഇങ്ങനെ കളിക്കുക, ഇതൊക്കെ നമ്മൾ ചൂടുകൊണ്ടാണ് തെറ്റിദ്ധരിക്കും. പക്ഷെ അതൊക്കെ ഈ ഒരു പക്ഷിപ്പനീൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ശാരീരിക മാറ്റങ്ങൾ, അതായത് കോഴിൻ്റെ തലയിലും കണ്ണുകളിലൊക്കെ വീക്കം വരിക, പൂവിന് താടക്കൊക്കെ നീല കളറാവുക, പിന്നെ തീറ്റ എടുക്കൽ കുറയാം. അതായത് നല്ലോണം തിന്നിരുന്ന കോഴികൾ തീറ്റ എടുക്കാതെ വെക്കുക. പിന്നെ മുട്ട ഉൽപ്പാദനം പെട്ടെന്ന് കുറയുക, നല്ലോണം മുട്ട ഇട്ടിന കോഴികൾ മുട്ട ഇടാതാവുക, ഇതൊക്കെ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളാട്ടോ. പിന്നെ വയറിളക്കം എന്ന് പറഞ്ഞാൽ പച്ച കലർന്ന വെള്ള നിറത്തിലുള്ള കാഷ്ടം, അങ്ങനെയൊക്കെ കാഷ്ടിക്കുന്നുണ്ടെങ്കിൽ, കോഴിക്ക് ക്ഷീണോ കാര്യമോ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഈ പക്ഷിപ്പനീൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നല്ലപോലെ ആ കോഴിനെ മാറ്റിയിടുക, നിരീക്ഷിക്കുക, മൃഗാശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി പക്ഷിപ്പനി വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളാട്ടോ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സമ്പർക്കം ഒഴിവാക്കുക. അതായത് അന്യപക്ഷികളെ അകറ്റി നിർത്തുക നമ്മളെ ഫാമിൽ നിന്ന്. അതായത് നമ്മൾക്ക് തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ നമ്മളെ കോഴികൾ മാത്രമല്ല, കാക്ക, മൈന, ദേശാടന പക്ഷികൾ, മയിൽ, ഇതൊക്കെ നമ്മളെ ഫാമിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ പക്ഷികളുടെ കാഷ്ടത്തിലൂടെയും ഉമിനീരിലൂടെയൊക്കെയാണ് നമ്മളെ കോഴികൾക്കും അസുഖം വരിക. അപ്പോൾ ഈ തുറസായ സ്ഥലത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് ഒഴിവാക്കുക. അഥവാ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ മൂടിയിട്ട് കൊടുക്കുക. നമ്മളെ കോഴികൾ വരുമ്പോൾ മാത്രം തുറന്നു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം വേറെ അസുഖമുള്ള കാക്കയൊക്കെ വന്ന് കുടിച്ചിട്ട് അതിൻ്റെ ബാക്കി നമ്മളെ കോഴികൾ കുടിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പക്ഷിപ്പനി വരുന്നത് കേട്ടോ. ഇത് വൈറൽ രോഗമാണ്, വേഗം തന്നെ പകരും. അപ്പോൾ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് വലിയ പ്രശ്നം വരില്ല. എന്താ വെച്ചാൽ നമ്മൾ കൂടുകളിലാണല്ലോ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുറന്ന് വിടുന്ന കോഴികളാണെങ്കിലും കൂടിയിട്ട് ഇതേപോലെ കൂട്ടിൻ്റെ ഉള്ളിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പോയി കുടിക്കുകയാണെങ്കിൽ വേറെ കിളികൾ വന്ന് ഈ വെള്ളം കുടിക്കൂല കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്ത് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മൾ കോഴികൾ വരുമ്പോൾ മാത്രം തുറന്നു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം കോഴികളുടെ തീറ്റ, അതായത് നമ്മൾ തീറ്റയും വെള്ളവും തുറസായ സ്ഥലത്ത് വെക്കുമ്പോൾ അത് വന്ന് കാക്കയും മൈനയൊക്കെ തിന്നിട്ട് അതിൻ്റെ ബാക്കി ഇവർ തിന്നുമ്പോൾ അങ്ങനെയാണ് പകരുന്നത്. അപ്പോൾ സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ലിറ്റർ സിസ്റ്റത്തിലൊക്കെ വളർത്തുന്നവരുണ്ടാവും. ലിറ്റർ സിസ്റ്റത്തിലൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ കാലും കൈയൊക്കെ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഴുകുക. പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് കലർത്തിയ വെള്ളം ഇടയ്ക്ക് കുടഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അതിൽ നമ്മൾ കാല് കഴുകിയതിൻ്റെ ശേഷം നമ്മളെ ഫാമിലേക്ക് കയറുക. പിന്നെ അതുപോലെ തന്നെ പുറമേ നിന്ന് ആരെങ്കിലും ഫാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഓരോ ഫാമിൽ അങ്ങനെ സന്ദർശനമൊക്കെ അനുവദിക്കാതിരിക്കുക. അതായത് പുറത്തുനിന്നാണ് രോഗം വരുന്നത്, അല്ല നമ്മളെ ഫാമിൽ തനിയെ വരുന്നത് വൈറൽ രോഗമായിട്ട് പകരുകയാണ്. അപ്പോൾ മാക്സിമം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് ശുദ്ധമായ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഈ കോഴികൾക്ക് വെച്ച് കൊടുക്കുന്ന വെള്ളം നല്ല ചൂടുള്ള പാത്രത്തിലല്ല, നമ്മൾ മൺപാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുക. നല്ല ശുദ്ധമായ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് വെള്ളമൊക്കെ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞാൽ വൈറ്റമിൻ സിറപ്പൊക്കെ ഉള്ള വെള്ളം, നല്ല വെള്ളം, അല്ലെങ്കിൽ തുളസി കഞ്ഞി കുറുക്കലൊക്കെ ഇട്ട് കുറുക്കി ആ വെള്ളം കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല പ്രതിരോധം കൊടുക്കുന്ന വെള്ളം മാത്രം അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക. പിന്നെ നിരീക്ഷിക്കുക, അതായത് നമ്മളെല്ലാ കോഴികളെയും ദിവസവും നിരീക്ഷിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ മേൽ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണം കാണുകയാണെങ്കിൽ മാറ്റി പാർപ്പിക്കുക, വേറെ കോഴികളെടുത്ത് മാറ്റി പാർപ്പിക്കുക, നല്ലപോലെ നോക്കുക, മൃഗാശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തതാണ് നമ്മൾ ഈ ഒരു സമയത്ത് പുതിയ കോഴികളെ വാങ്ങുന്നത് ഒഴിവാക്കുക. അതായത് നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നല്ല കോഴിനെയായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതിപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പോകുന്നതാണ്, അവിടുന്ന് തിരിച്ചിങ്ങോട്ടും. അപ്പോൾ ഈ വരുന്ന വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും. പിന്നെ അതുമല്ല അവിടെ നിന്നൊക്കെ കയറ്റി അയക്കുന്ന കോഴികളാണെങ്കിൽ നമ്മളെ കോഴികൾക്ക് അസുഖം ഇല്ലെങ്കിലും കൂടിയിട്ടും വണ്ടിയിൽ നിന്ന് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കോഴീൻ്റെ വാങ്ങലും വിൽക്കലും മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. പുറത്തുനിന്നുള്ള കോഴികളെ നമ്മളെ ഫാമിലേക്ക് അടുപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ പക്ഷിപ്പനീൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം മാത്രം വേണമെങ്കിൽ പുതിയ കോഴികളെ എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ള കോഴികളെ സുരക്ഷിതമായി വളർത്തിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ
ഒരു പരിധി വരെ പക്ഷിപ്പനി എന്ന് പറഞ്ഞ രോഗം നമ്മളെ ഫാമിൽ വരില്ല കേട്ടോ. ഇത് പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് മാത്രമല്ല മൊത്തം പക്ഷികൾക്ക് വരുന്ന ഒരു അസുഖമാണ്, വൈറൽ രോഗമാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, എല്ലാ കിളികളും കാക്കയൊക്കെ ആണ് ഇത് കൊണ്ടുവരുന്നത് കാര്യമായിട്ട്. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾക്ക് നമ്മൾ വെള്ളവും തീറ്റയും തുറസായ സ്ഥലത്ത് വെക്കാതിരിക്കണം. മാക്സിമം ആദ്യം ചെയ്യേണ്ട കാര്യം അതാട്ടോ. പിന്നെ തള്ളക്കോനി മക്കളെ നമ്മൾ ചെറിയ നെറ്റ് കൂട്ടിലൊക്കെ ആയിട്ട് പുറത്ത് വിടലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം നല്ലത് കേട്ടോ. മാക്സിമം പുറലോകമായിട്ട് സമ്പർക്കം ചെറിയ കോഴിക്കുട്ടികൾക്ക് ഇല്ലാതിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു രോഗത്തിൽ നിന്ന് നമ്മളെ കോഴികളെ രക്ഷിക്കാനായിട്ട് പറ്റും. അസുഖമുള്ള കോഴിനെ മാറ്റിയിട്ടാൽ മാത്രം പോരാ, അത് മൃഗാശുപത്രി റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വേണം. അല്ലാതെ നമ്മൾ വെറുതെ ഓരോ മരുന്നുകൾ ഇങ്ങനെ പരീക്ഷിക്കരുത്. ഇപ്പോൾ ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൂട് കാലിയാവും, വേഗം തന്നെ ചത്തുപോകും പക്ഷിപ്പനി വന്നാൽ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും മൃഗാശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ.